തലയ്ക്ക് പിടിക്കുന്നവർക്ക് എന്തെങ്കിലും വലിക്കാൻ കിട്ടിയ കൊള്ളായിരുന്നു. കുറേ നാളായി എന്തെങ്കിലും വലിച്ചിട്ട്. നമ്മുടെ അച്ചായൻ കച്ചവടം നിർത്തിയെന്ന് ഇപ്പോൾ സാധനം കിട്ടാനില്ല. നീ പറഞ്ഞതിനകത്തൊരു സത്യമുണ്ട്. അച്ചായനിപ്പോൾ കച്ചവടം നിർത്തി വെച്ചിരിക്കുക. കാരണം എന്താണെന്നറിയത്തില്ല. നമുക്കൊരു ക്വാളിറ്റി തരുന്നു, അവർക്ക് മറ്റുള്ളവർക്ക് വേറൊരു ക്വാളിറ്റി കൊടുക്കും. അങ്ങനെ നാട്ടിലൊരു സംസാര വിഷയമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കച്ചവടം ഇച്ചിരി ഒന്ന് ഡള്ളാക്കി വെച്ചിരിക്കുക. ആർക്കും കിട്ടുന്നില്ല സാധനം. അത് തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കച്ചവടം നിർത്താനുള്ള കാരണം. എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുള്ളത് നമ്മളെ വീട്ടിൻ്റെ പ്രധാനം. അവൻ ഇത് കണക്ക് വലിച്ചിട്ട് അവൻ വീട്ടിൽ പല പല പ്രശ്നങ്ങളിലോട്ട് പോകുമായിരുന്നു. അവൻ ടൈം ട്രാവൽ ചെയ്യുകയാണോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളായിരുന്നു. എന്തുവാണെന്ന് കറക്റ്റായിട്ടുള്ളതൊന്നും നമുക്ക് ക്ലിയറായിട്ട് ഒരു ഇത് കിട്ടിയിട്ടില്ല. അങ്ങനെ രണ്ട് സൈസ് സാധനമാണ് തരുന്നതെന്നാണ് ഒരു വർത്തമാനമുള്ളത്. അതുകൊണ്ടൊക്കെയാണ് അച്ചായൻ ഇപ്പോൾ പരിപാടി നിർത്തി വെച്ചിരിക്കുന്നത്. ട്രെയിൻ ട്രാവലിനെ പറ്റി കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്നില്ല. അവൻ ട്രെയിൻ ട്രാവൽ ചെയ്യും, എന്തോ ചെയ്യട്ടെ. അച്ചായ ഇപ്പം കച്ചവടം നിർത്തിയാൽ നമുക്ക് ആകെ പണിയായിരുന്നു. എന്തെങ്കിലും ഒന്ന് വലിക്കണമെന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നടക്കുന്നില്ല. അച്ചായനെ നേരിട്ട് കണ്ടു കിട്ടാൻ എന്തെങ്കിലും മാർഗം വല്ലതും സാധനം കിട്ടും. പക്ഷേ ഇത് മേടിച്ച് തന്നു കഴിഞ്ഞാൽ നീയൊക്കെ ഇത് കണക്കാവുമെന്നാണ് എൻ്റെ പേടി. അവൻ്റെ അനുഭവം കണ്ടില്ല. ഇയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സാധനം കിട്ടൂല, അത് പറയുന്നതിലും കാര്യമുണ്ട്. ചൈന പോലീസ് കപ്പി ഇവിടെ നാളായിട്ട് നടക്കുക, നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് വിട്. ഒരു കൊച്ചു വെള്ളത്തിൽ വീണ് ആ കുളത്തിലിറങ്ങിയവൻ ആ കൊച്ചിനെ തപ്പിയെന്നല്ലേ വിഷയം. അതേസമയം തന്നെ ആ കൊച്ചു എവിടെ കളിച്ചുകൊണ്ടിരുന്നപ്പം ദേഹത്ത് വെള്ളം വീണതായിട്ട് തോന്നിയതാണെന്നും പറയുന്നുണ്ട്. പിന്നെ അത് ഏതാ സത്യം? രണ്ട് കാര്യങ്ങളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. അവിടെ ഇത് രണ്ടും സത്യം തന്നെ. കുളത്തിൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഇവൻ ഓടിപ്പോയി കുളത്തിൻ്റെ വക്കത്ത് ചെന്ന് നിൽക്കുന്നതും ഞാനും കൂടെ ഓടിച്ചെന്ന് അവിടെ നിന്നു. അവൻ പറയുന്ന ഒരു കൊച്ചു വെള്ളത്തിൽ വീണമെന്ന്. ഞാൻ നോക്കിയിട്ട് അവിടെ അങ്ങ് ആരെയും കണ്ടില്ല. ഇതേ സമയത്ത് തന്നെ ഈ കൊച്ച് ഒരു പറമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ കൂടെ നിന്നവർ പറയുന്നത് ആ കൊച്ചിൻ്റെ ദേഹത്ത് ആരോ വെള്ളം കോരി ഒഴിച്ച കണക്ക് തോന്നിയെന്നാൽ അവൾ ഞെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് ഇവൻ ട്രെയിൻ ട്രാവൽ ചെയ്ത് ആ കൊച്ചിനെ പോയി രക്ഷിച്ചെന്നാണ് പറയുന്നത്. ഇതിനകത്ത് എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്കറിയത്തില്ലല്ലോ. ഞാൻ കൂടുണ്ട്, അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സാധനം നമുക്ക് വേണ്ടാന്ന്. നിങ്ങൾക്ക് വലിക്കാൻ മേടിച്ച് തരാനാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. അത് എപ്പോൾ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ ഞാനും ഇതൊക്കെ വലിക്കുന്നുള്ളൂ, എനിക്കിങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഒറ്റ ചെറുക്കം അങ്ങനെ വിചാരിച്ച കാരണം അച്ഛൻ്റെ കച്ചവടം കൂട്ടി. നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെ ആയ കഷ്ടത്തിൽ ഇനി എന്തെങ്കിലും ഒരു സാധനത്തിനൂടെ തൊട്ടടുത്ത് ആരെ പിടിക്കുമെന്നാണ് എനിക്ക് പറയാറ്. നീ ആരെങ്കിലും പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ. ഞാൻ ഈ പരിപാടി നടത്തി, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നിട്ട് പോടി. എന്താണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യമാണ്. ഇത് ഡാനി നമ്മളെ ഒഴിവാക്കി കിട്ടുവാണെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ലേ? നമ്മൾ സാധനം ചോദിച്ചു അവർക്ക് തരാൻ വയ്യാത്തതുകൊണ്ട് ഒഴിവാക്കി വിട്ടതുപോലെ. ഇയാൾക്കൊരു സംശയം തോന്നിയായിരുന്നു, എനിക്കൊരു സംശയം തോന്നിയായിരുന്നു. നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന്. ഇതെൻ്റെ സംശയമല്ലടാ. നമ്മൾ ഒരാഴ്ച കൊണ്ട് അവരോട് സാധനം ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ എന്തോ സാധനമില്ല, നമുക്ക് തരാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ട് പോലെ പറയുന്നുണ്ട്. സംശയമല്ല, അത് എനിക്ക് ഉറപ്പാണ്. ഇത് നമുക്ക് മാത്രമാണോ തരാതിരിക്കുന്നത്, അതോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ? ഒന്നും ഒരു പിടുത്തമില്ല. ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് തിരക്കണ്ടേ? നീ പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞത് അയാൾ ആർക്കും കൊടുക്കുന്നില്ലെന്നാണ്, കച്ചവടം ഇല്ലെന്നാ അറിയാൻ പറ്റിയത്. പക്ഷേ ഇതിനാണ് നമ്മളവരെ സംശയിക്കുന്നതിൽ നമ്മൾ അർത്ഥമുണ്ടോ? അതില്ല. അങ്ങനെ ആണെങ്കിൽ ആ ഡാനിയുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് സൂപ്പർ പവർ കിട്ടിയത് നമ്മൾ വിശ്വസിക്കണം. ഇത് കള്ളത്തിലാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ കാലത്ത് ഈ സൂപ്പർ പവർ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുമോ? അവന് സൂപ്പർ പവർ കിട്ടിയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവൻ ഈ പല അപകട സ്ഥലത്തു നിന്നും തീനും വെള്ളത്തിൽ നിന്നൊക്കെ പല പിള്ളേരെയും പല ആൾക്കാരും രക്ഷപ്പെടുത്തിയെന്നാണ് അവ ആവശ്യപ്പെടുന്നത്. പിന്നെ നാട്ടുകാർ ചില തെണ്ടികളും പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത്. അതവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്ക് സാധനം കിട്ടാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കും. അച്ഛൻ്റെ അടുത്ത് മാത്രമാണോ കിട്ടുന്നത്? ശരിയാണ്. പക്ഷെ വേറെ ആരെയും വേണ്ടേ? നമുക്ക് മനഃപൂർവ്വം തരാത്തതാണെങ്കിൽ ഒരു പണി കൊടുക്കണ്ടേ? നമുക്ക് തരാതെയാണെങ്ങാരി മറ്റുള്ളവർക്ക് കൊടുക്കുന്നെങ്കിൽ പണി കൊടുക്കണം. കാര്യം ഇവിടെ ഉള്ള നമുക്ക് കിട്ടാതെ വേറൊരുത്തിന് ഇവിടെ വന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. അതിന് പണി കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. മോള് ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു.
സംശയം? അതെ മോളെ, എൻ്റെ കൂട്ടുകാരനെ ഞാനുമായിട്ട് കുളത്തിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അന്ന് മോൾ അവിടെ നിന്ന് കളിക്കുന്നതായിട്ട് അവൻ ഇങ്ങനെ ഒരു സ്വപ്നം പോലെ കണ്ട് കാണും. മോള് കുളത്തിൽ വീണായിട്ടൊക്കെ അവൻ പറയുന്നു. അന്നേരം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മോളെ കണ്ടില്ല, അവിടെ അങ്ങ് ആരും ഇല്ലായിരുന്നു. അതേ സമയത്ത് നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോളെ ദേഹത്ത് വെള്ളം അങ്ങനെ ഇങ്ങനെ വീഴുന്നതായിട്ടൊക്കെ കണ്ട നാട്ടുകാരിങ്ങനെ പറയുന്നു. ഇങ്ങനെ മോളെ ദേഹത്ത് ഇങ്ങനെ വെള്ളമൊക്കെ വീണതായിട്ടൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായോ മോൾക്ക് യഥാർത്ഥത്തിൽ? എൻ്റെ ദേഹത്ത് വെള്ളം വീണ പോലെ തോന്നിയെന്ന് പറഞ്ഞാൽ ശരിയാ. ഞങ്ങളന്ന് ശരിക്കും കുളത്തിൻ്റെ അടുത്ത് പോവായിരുന്നെയാ. ഇനി എനിക്കങ്ങനെ തോന്നിയോണ്ടാ പോവാൻ. എന്നാൽ ശരി മോളെ, ഞാനിതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇനിയിപ്പം മറ്റേ മോളെ കൂടെ അന്ന് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരുണ്ടല്ലോ, അവരുടെ വീട്ടിൽ ഒന്ന് പോയി ഒന്നിക്കൊന്ന് അന്വേഷിക്കണം. ഓക്കെ, ശരി മോളെ. നിങ്ങളെ പഠിത്തമൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ടല്ലേ? നല്ലപോലെ പഠിക്കുന്നുണ്ടല്ലേ? പിന്നെ അങ്കിൾ ഇവിടെ വന്നത് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു സംശയം. അന്ന് നിങ്ങൾ കളിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു നിങ്ങളെ കൂട്ടൊരു കൊച്ചുണ്ടായിരുന്നല്ലോ, ആ കൊച്ചിന്റെ ദേഹത്ത് വെള്ളം വീണെന്നൊക്കെ പറയുന്നു, അതുള്ളതാണോ? ആ ചേച്ചിയുടെ ദേഹത്ത് വെള്ളം വീണത് അത് അഭിനയിച്ച് കാണിച്ചത്. അത് ശരിയാ, ചേച്ചി വെള്ളം വീണെന്നൊക്കെ പറയുന്ന കേട്ടോ, സത്യമാണെന്ന് പറഞ്ഞൂടാ. അന്ന് നിങ്ങൾ അവിടെ കളിച്ചോണ്ടിരുന്നിട്ട് കുളത്തിന്റെ അടുത്തിട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടായിരുന്നു? അന്ന് കുളത്തിൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ചേച്ചിയുടെ ദേഹത്ത് വെള്ളം വീണിരുന്നോണ്ട് പിന്നെ പോകാന്ന് വിചാരിച്ചു. അല്ലടാ, ഇതിനു മുമ്പ് ആ കൊച്ചിന് ഇതേ കണക്ക് വല്ലതും തോന്നിയതായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇതിനു മുമ്പ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാ ശരി, ഞാനെന്നാ പോകും.